എല്ലാവർക്കും ബിപ്പീസ് ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആതിരപ്പള്ളിയിൽ ഞങ്ങൾ പോയതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ആതിരപ്പള്ളിയിലെ തിരക്കും ട്രാഫിക്കും ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആതിരപ്പള്ളിയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം കുറച്ച് ദൂരം നടന്നിട്ടാണ് വണ്ടിയൊക്കെ കയറിയതെന്ന്. അങ്ങനെ വണ്ടിയെ കയറിയിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകുകയാണ്. അത്രയും ദൂരം ആതിരപ്പള്ളിയിൽ വെള്ളച്ചാട്ടം വരെ കാണാൻ പോയിട്ട് ഇനി അങ്ങനെ തന്നെ തിരിച്ചു പോരല് മോശമല്ലേ? അപ്പോൾ അടുത്തുള്ള വേറെ കുറച്ച് സ്ഥലങ്ങളും കൂടി അങ്ങ് കണ്ടിരിക്കുവാണെങ്കിൽ അതല്ലേ നല്ലത്. അപ്പോൾ അന്ന് തന്നെ കുറച്ചുകൂടെ സ്ഥലങ്ങളൊന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. ഈ പോണ യാത്ര കണ്ടോ, കാട്ടിനുള്ളിൽ കൂടെ. കാടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റോഡാണ് കേട്ടോ, നല്ല സൂപ്പർ റോഡാണ്. ഇഷ്ടംപോലെ വണ്ടികൾ പോകുന്നുണ്ട്, ആൾക്കാരൊക്കെ കാഴ്ചകൾ കാണാനായിട്ട് പോകുന്നതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ വണ്ടികൾ കിടക്കണ കണ്ടോ, ബസ്സൊക്കെ, അതൊക്കെ ആതിരപ്പള്ളിയിലേക്ക് കാഴ്ച കാണാൻ വന്ന ആൾക്കാരെ കൊണ്ട് വന്ന ബസ്സൊക്കെയാണ് കേട്ടോ. അവിടെ അടുത്തൊന്നും പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടാത്തതുകൊണ്ട് ഇത്രയും ദൂരെ വന്നിട്ട് വണ്ടി പാർക്ക് ചെയ്തത്. ഞങ്ങൾ ഈ പോണ വഴിക്ക് കണ്ട വണ്ടികളാണ് അതൊക്കെ. ബസ്സൊക്കെ ആയി കഴിയുമ്പം കൂടുതൽ സ്ഥലം വേണമല്ലോ പാർക്ക് ചെയ്യാനാണെങ്കിലും. അപ്പോൾ അവർക്ക് സൗകര്യം കിട്ടിയതിനനുസരിച്ച് ആൾക്കാരെ അവിടെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന എൻട്രൻസിൻ്റെ അവിടെ ആൾക്കാരെ വിട്ടിട്ട് ഈ വണ്ടികളെ ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ കാട്ടിനുള്ളിൽ കൂടിയാണ് പോകുന്നതെന്ന്, അതുകൊണ്ട് ഞങ്ങളൊക്കെ അങ്ങനെ AC ഓണാക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ ഗ്ലാസ്സൊക്കെ തുറന്നിട്ട് നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ആസ്വദിച്ചാണ് പോയത്. പക്ഷേ വണ്ടി സ്ലോ ആക്കുന്ന സമയത്ത് നമുക്ക് ഗ്ലാസ് അടച്ചിടണമായിരുന്നു, കാരണം കുരങ്ങന്മാർ ഇഷ്ടം പോലെയുണ്ട്. അത് കുരങ്ങന്മാർ വണ്ടി കയറാതെ നമ്മളൊന്ന് സൂക്ഷിക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ചാർപ്പ ബ്രിഡ്ജ്. ഈ ഒരു വളഞ്ഞ ബ്രിഡ്ജ് കണ്ടോ, നല്ല ഭംഗിയായിരുന്നു ഇത് കാണാനായിട്ട്. നല്ലൊരു വെള്ളച്ചാട്ടം, ഒരു അതിരപ്പള്ളിയൊക്കെ വെച്ച് നോക്കുമ്പം ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ്. മഴക്കാലമാണെങ്കിലും ഒരുപാട് വെള്ളമൊന്നുമില്ല, ഒത്തിരി മഴയൊന്നും പെയ്യുന്ന സമയമല്ലാത്തത് കൊണ്ട് കുറച്ച് ഇത്രയൊക്കെ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്കിത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകുമല്ലോ. പക്ഷേ അത് ഇറങ്ങി നിന്ന് കാണാൻ രസമായിരുന്നു. ഈ പുഴയ്ക്കുള്ളിലേക്ക് പോകാൻ പറ്റില്ല. നമുക്ക് ഈ ബ്രിഡ്ജിൻ്റെ മേലെ നിൽക്കാം, അല്ലെങ്കിൽ ബ്രിഡ്ജിൻ്റെ താഴെ നിൽക്കാം. അപ്പം ഞാനിത് ബ്രിഡ്ജിൻ്റെ താഴെ നിന്നിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഒന്നാമത് മടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ബ്രിഡ്ജിൻ്റെ മേലെയൊന്നും കയറാനുള്ള ഒരു ശേഷിയില്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഉച്ച സമയം കൂടെ ആയായിരുന്നേ, ചോറും കിണ്ണണ്ടേ എല്ലാവർക്കും, വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ആ ബ്രിഡ്ജ് കണ്ട്, അത് തൊട്ടടുത്ത് തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാർക്ക് ചെയ്ത് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇതാണ് അടുത്ത സ്ഥലം. ഇവിടെ എത്തിയപ്പോഴുണ്ടല്ലോ കുരങ്ങന്മാരുടെ കളിയായിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾ സാധനങ്ങളെല്ലാം ഉള്ളിൽ വെച്ചിട്ട് ഞങ്ങൾ സൂക്ഷിച്ച് തന്നെയാണ് ഇറങ്ങിയത് കേട്ടോ. എൻ്റെ മോൻ്റെ കയ്യിലാണെങ്കിൽ ഒരു കോലുമുട്ടായി ഉണ്ടായിരുന്നു. ഒരു കുരങ്ങനങ്ങ് ചാടി അങ്ങ് വന്നു. അവൻ്റെ ഒരു കയ്യിൽ ഒരു കോലുമുട്ടായും ഒരു കയ്യിൽ മറ്റേ നമ്മുടെ കടലമുട്ടായിയുടെ ഒരു പാക്കറ്റും ഉണ്ടായിരുന്നു. ഇത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഒരു കുരങ്ങനങ്ങ് ചാടി അങ്ങ് വന്നു. അപ്പോൾ ഇവൻ പേടിച്ച് കാറി ഓടി കേട്ടോ. ഇവൻ്റെ കയ്യിൽ നിന്ന് കോലുമുട്ടായും കടലമുട്ടായൊക്കെ താഴെ പോയി. ഇവൻ പേടിച്ച് കാറി ഓടിയ സമയത്ത് ഇവൻ്റെ കാറച്ച കേട്ട് കുരങ്ങനും പേടിച്ച് പോയി, കുരങ്ങനും ഓടി. അപ്പോൾ എന്തായാലും അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും നല്ലപോലെ വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ 2 ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്, നല്ല ഭക്ഷണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ തിരിച്ച് ഈ വെള്ളച്ചാട്ടം കാണാനായിട്ട് പോകുന്നത്. ഇത് വാഴച്ചാൽ. ഇവിടെയും മറ്റ് സ്ഥലങ്ങളിലെ പോലെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. അപ്പം വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒത്തിരി ഒന്നും നടക്കണ്ട, ഒരു ശക്കൽ അങ്ങ് നടന്ന് കയറിയാൽ മതി. അപ്പോൾ ഈ മരങ്ങൾക്കുള്ളിൽ കൂടെ നടക്കാൻ നട്ടുച്ച സമയമാണെങ്കിൽ പോലും നല്ല രസമായിരുന്നു. പിന്നെ ഇതിനുള്ളിലെ കുട്ടികൾക്കാണെങ്കിലും ഒത്തിരി ഇഷ്ടപ്പെടും, അവർക്ക് കളിക്കാനായിട്ടുള്ള പാർക്കൊക്കെ ഉണ്ട്. പിന്നെ ഫോട്ടോ എടുക്കാൻ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് ഇതിനുള്ളിൽ കാണാനായിട്ട്. പിന്നെ ഈ ഒരു വെള്ളച്ചാട്ടം നമ്മൾ കണ്ട മറ്റ് 2 വെള്ളച്ചാട്ടം പോലെയല്ല, ഒന്ന് ചെരിഞ്ഞ് ഒഴുകുന്ന വെള്ളച്ചാട്ടം, ഭയങ്കര മയത്തോടെ ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടം, നമുക്ക് കണ്ട് നിൽക്കാൻ തോന്നും. ആതിരപ്പള്ളി എന്ന് പറയുമ്പം അറിയാമല്ലോ എല്ലാവർക്കും, ഭയങ്കര ഇങ്ങനെ നല്ല വീതിയിൽ കുത്തനെ നേരെ താഴേക്ക് അങ്ങ് ചാടുന്ന ഒരു വെള്ളച്ചാട്ടം. പിന്നെ ചാപ്ര ബ്രിഡ്ജിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞ്, അതും കുറച്ചുകൂടെ എന്താ പറയുക സ്പീഡിൽ ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടമായിരുന്നു. പക്ഷേ ഈ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ മറ്റെല്ലാ വെള്ളച്ചാട്ടങ്ങളെയും വെച്ച് നോക്കുമ്പം ഒരു ഭയങ്കര മയത്തോടെ നല്ല സോഫ്റ്റായിട്ട് ഒഴുകുന്ന വെള്ളച്ചാട്ടം പോലെ നമുക്ക് തോന്നും കേട്ടോ. നല്ല പരന്ന് കിടക്കുകയാണ്, ഒരു സ്ലോപ്പായിട്ട് കിടക്കുന്നു. അതിൽ കൂടെ മയത്തോടെ ഭയങ്കര പതുക്കെ പതുക്കെ ഓരോ അലമ്പും ഇല്ലാതെ ഒഴുകി വരുന്ന ഒരു
വെള്ളച്ചാട്ടം. മറ്റ് വെള്ളച്ചാട്ടങ്ങളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ കേൾക്കുന്ന ആ ഒരു ഭയങ്കര കലപില ശബ്ദമുണ്ടല്ലോ, ഒരു വഴക്കിടുന്ന ശബ്ദം പോലെയല്ലേ, അതിങ്ങനെ ഒഴുകി വരുന്നു. രസമായിരിക്കും കേൾക്കാൻ, രസമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ച അകലെന്ന് കേൾക്കാൻ തന്നെ. പക്ഷേ ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലത്തെ ആ ഒച്ചയൊന്നുമില്ല. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ, നല്ല സ്നേഹമുള്ള വെള്ളച്ചാട്ടം പോലെ തോന്നുന്നു നമുക്ക്. പിന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മറുവശം ഉണ്ടല്ലോ, അതായത് നമ്മൾ നിൽക്കണതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ്, ഈ പുഴയുടെ അപ്പുറത്തെ സൈഡ്, അത് നല്ല കുത്തനെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഒരു നല്ല കുന്നായിട്ടുള്ള ഒരു കാട്. അങ്ങനെ വാഴച്ചാലിൽ നിന്ന് ഞങ്ങൾ തിരിച്ചിട്ടുണ്ട്. അവിടുത്തെ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് എല്ലാവരും അവിടെ നിന്നും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. എന്താ ആ പോണ വഴിയുണ്ടല്ലോ, അത് കുറച്ച് ദൂരം പോകണമായിരുന്നു. ഇവിടെ സൈഡിൽ കൂടെ കാണുന്ന കാഴ്ചകളൊക്കെ ഇതൊക്കെ നല്ല രസമായിരുന്നു കാണാൻ. ഈ എണ്ണപ്പനത്തോട്ടവും നിറയെ പുല്ലുകളും ഒക്കെ ആയിട്ട് നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ആന ഇറങ്ങണതാന്നൊക്കെ പറഞ്ഞു കേട്ട് ആന ഇറങ്ങണത് തന്നെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ഞങ്ങൾ ഈ പോണ റോഡിൽ ആനപ്പിണ്ടം കിടപ്പുണ്ടായിരുന്നു. ആനയെ കണ്ടില്ലെങ്കിലും ആനപ്പിണ്ടം കണ്ടു കേട്ടോ. അപ്പോൾ പക്ഷേ ഈ റോഡുണ്ടല്ലോ ഭയങ്കര മോശമാണ് കേട്ടോ. കൂടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വണ്ടിക്കകത്തിരുന്ന് ചാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറേ ഭാഗത്തേനൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഭയങ്കര മോശം റോഡ്. പക്ഷേ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണ്. നമ്മൾ വണ്ടിക്കകത്ത് പാട്ടൊക്കെ വെച്ചിട്ട് നല്ല എൻജോയ് ചെയ്ത് തന്നെ പോയി, സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട്. അപ്പോൾ ഈ പോണ സ്ഥലത്തിൻ്റെ പേര് തുമ്പൂർ മൊഴി ഗാർഡൻ. അതൊന്ന് കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ. ഈ റോഡ് മോശമാണെന്നും പറഞ്ഞുകൊണ്ട് ആരും ഈ ആതിരപ്പള്ളി സൈഡിലേക്കൊക്കെ വരുന്നവരെ ഈ ഒരു സ്ഥലം മിസ് ചെയ്യരുത്. അത്രയ്ക്ക് നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം. നമുക്ക് നല്ല പോലെ മുതിർന്നവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലം. നല്ല പോലെ എൻജോയ് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഈ ഉച്ച കഴിഞ്ഞ് ചോറൊക്കെ കൊണ്ട് ഉച്ച കഴിഞ്ഞ് ചോറൊക്കെ കൊണ്ട് കഴിയുമ്പോഴേക്കും എല്ലാവർക്കും ഒരു മന്ദതയല്ലേ, ഒരു മടുപ്പോ ക്ഷീണോ കിടക്കാൻ തോന്നുന്ന പോലെയൊക്കെയല്ലേ പലർക്കും. അപ്പം ഞങ്ങളെന്തായാലും ചോറൂണ് കഴിഞ്ഞ് നമ്മുടെ വാഴച്ചാൽ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് പിന്നെ ഇതാണ്ട് ഈ ഒരു വഴി കൂടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചാടി വണ്ടിക്കകത്തിരുന്ന് ചാടി തന്നെ ഞങ്ങളുടെ ഉറക്ക ക്ഷീണം എല്ലാം പോയി. ഈ ചാട്ടത്തിൽ തന്നെ നമുക്കൊരു ചിരിയൊക്കെ വരുമല്ലോ. പിന്നെ ആ തുമ്പൂർ മൊഴി ഗാർഡനിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അടിപൊളിയായിരുന്നു. അപ്പോൾ അതാ ഞങ്ങൾ അതിൻ്റെ എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. മുമ്പിൽ തന്നെ സ്വാഗതം എന്ന് പറഞ്ഞ വലിയ ബോർഡൊക്കെ ഉണ്ട്. ഞങ്ങളതിനുള്ളിലേക്ക് കയറി. അവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയും കുരങ്ങന്മാർക്ക് കുറവൊന്നുമില്ല കേട്ടോ. അത് ഈ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഉള്ളൂ. നമ്മൾ ആ പാർക്കിലേക്കൊക്കെ ചെന്ന് കഴിയുമ്പോൾ അങ്ങനെ കുരങ്ങന്മാരുടെ ശല്യമൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത്. സാധാരണ എങ്ങനെ ഉണ്ടാവാറുണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും ഞങ്ങൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ആദ്യമേ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് പോവുകയാണ്. ഹാങ്ങിങ് ബ്രിഡ്ജിൽ കയറിയിട്ട് ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അപ്പുറത്ത് ഈ പുഴയുടെ അപ്പുറത്തായിട്ടാണ് പാർക്ക് വരുന്നത്. ഇതൊരു ഭയങ്കര ഹാങ്ങിങ് ബ്രിഡ്ജ് തന്നെയായിരുന്നു കേട്ടോ. വലിയൊരു പുഴ, നല്ല വീതിയുണ്ട്. അപ്പം ഇതിലുള്ള ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ടല്ലോ നല്ല രസമായിരുന്നു. ഒത്തിരി ഭയങ്കര ആട്ടമില്ല, എന്നാൽ ചെറുതായിട്ടൊന്ന് ആടുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഹാങ്ങിങ് ബ്രിഡ്ജ് അതൊക്കെ പേടിയുള്ള അതാണ് കേട്ടോ. അത് ഈ ഫ്ലൈറ്റിൽ കയറുക, ബോട്ടിൽ ഷിപ്പിലൊക്കെ കയറുക, ഈ റൈഡ്സിലൊക്കെ കയറുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് പേടിയാണ് കേട്ടോ. എന്തോ ഒരു ഫോബിയ എന്ന് പറയുമല്ലോ അതിന്. അങ്ങനെ ഒരു സംഭവമാണ് എനിക്ക്. എന്തായാലും എല്ലാവരുടെയും കൂടുതലും ഞാനും പേടിച്ച് താണ്ടെ ഈ സൈഡിലത്തെ പിടികളൊക്കെ പിടിച്ച് ഒരു കയ്യിൽ മൊബൈലുമായിട്ട് ഞാനങ്ങ് പോവുകയാണ്. ഇവിടെ വരുന്നവരൊക്കെ തൊപ്പിയോ കുടയോ എന്തെങ്കിലും കരുതുന്നത് നല്ലതായിരിക്കും. ഞങ്ങൾ എന്തായാലും ഉച്ച സമയത്തൊക്കെ അല്ലേ പോയത്. നല്ല വെയിലുണ്ടായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മിക്കവാറും ആൾക്കാരുടെ കയ്യിൽ തൊപ്പിയൊക്കെ ഉണ്ടായിരുന്നു. കുറേ ആൾക്കാർ കുടയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ബ്രിഡ്ജ് ഇറങ്ങി നമ്മൾ അപ്പുറത്ത് പാർക്കിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിലും നല്ല വെയിലൊക്കെ ഉണ്ടാകും കേട്ടോ. മരങ്ങളൊക്കെ ഉണ്ട്, എന്നാലും വെയിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൊപ്പിയോ കുടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കരുതുന്നത് നല്ലതാണ്. അപ്പോൾ ഇതാ ഈ ബ്രിഡ്ജിൽ നിന്നിട്ട് നമ്മൾ ഈ വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ കാണാനൊരു പ്രത്യേകതയുണ്ട്. ഇത് കണ്ടോ, നിരന്ന് ഈ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ വീഴുന്നേ അവിടെ ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ് കേട്ടോ. രണ്ട് സൈഡിലുണ്ട്. ഇത് കണ്ടോ, നല്ല രസമാണ്. അത് നേരിട്ട് കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാവോ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുത്തത് ശരിയായില്ല. ഈ വെയിലൊക്കെ കാരണം ഉണ്ടല്ലോ എൻ്റെ കണ്ണങ്ങ് പിടിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് പിന്നെ ഈ ഈ ബ്രിഡ്ജിൻ്റെ ഒരു ആട്ടവും ഒക്കെ ആയിട്ട് എനിക്ക് ശരിക്കങ്ങ് ഈ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഇത് കണ്ടോ, അവിടെ ഇങ്ങനെ ഒരു അണ പോലെ ഇങ്ങനെ കെട്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ട്, എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ കെട്ടിയിട്ട് അതിങ്ങനെ സൈഡ് ഇങ്ങനെ തിട്ട് പോലെ ഇങ്ങനെ സിമെൻറ്റ് വെച്ചിട്ട് കെട്ടിയിരിക്കുക. അപ്പോൾ അതേ കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചാടി വരുന്ന കാണാൻ നല്ല ഭംഗിയാണ്.
അപ്പോൾ ദേ ഒരു ആശ്വാസം, ബ്രിഡ്ജ് ഇറങ്ങിയിട്ടുണ്ട്. ആ ബ്രിഡ്ജിൻ്റെ യാത്ര ഒരു സൈഡിലേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുകയാണ്, പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയും നമുക്ക് ടിക്കറ്റൊക്കെ എടുക്കണം കേട്ടോ. ടിക്കറ്റ് ഇല്ലാത്ത ഒരു പരിപാടിയില്ലല്ലോ. അപ്പോൾ അവിടെ നിന്നിട്ടുള്ള നമ്മുടെ ബ്രിഡ്ജിൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാർക്കിലെത്തിയിരിക്കുകയാണ്. ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു കളിക്കാനായിട്ട് കേട്ടോ. നമുക്ക് ചുമ്മാ നടക്കാനാണെങ്കിലും കുറേ ചെടികളും പൂക്കളും ഒക്കെ ഉണ്ട്. ഒത്തിരി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം കുറേ ചെടികളൊക്കെ നശിച്ചു പോയിരിക്കുന്നത് പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ചെടികളും പൂക്കളും ഒക്കെ നല്ല ഭംഗിയായിട്ട് ആൾക്കാർക്ക് നല്ലപോലെ കാണാൻ മാത്രം ഉണ്ടാകുമായിരുന്നിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ആദ്യം ഞങ്ങൾ വന്നതാണ്ടേ ഈ സ്ലൈഡറിലേക്കാണ് കേട്ടോ. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു നല്ല സ്ലൈഡർ. താഴ്ന്ന കുറച്ച് ചെറിയ സ്ലൈഡർ ആണെങ്കിലും വലിയ സ്ലൈഡർ ആണെങ്കിലും ഇവിടെയുണ്ട്. ഞാൻ ഇതിൻ്റെ ചുറ്റിനും ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ സ്ലൈഡറെ കയറിയ ക്ഷീണമൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെയൊക്കെ വന്നിരുന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് വിശ്രമിച്ച് കുറച്ച് നേരം. അപ്പോഴാണ് അവിടെയുള്ള അത്തിമരവും ആൽമരവും ഒക്കെ ഞങ്ങളുടെ കണ്ണിൽ പെട്ടത്. എന്തായാലും ഇവിടെ ഏത് സൈഡിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഇരിക്കാനും വിശ്രമിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം ആൽമരത്തെ കൂടെ ഒരാൾ പിടിച്ച് കയറി കഴിഞ്ഞപ്പം എൻ്റെ ചെറിയ കുട്ടി ഒന്നിനും പുറകോട്ടല്ലാത്തതുകൊണ്ട് ഈ വക കുരുത്തക്കേടുള്ള കാര്യങ്ങളിലൊക്കെ അവൻ മുമ്പിലായതുകൊണ്ട് അവനും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്താ പറയുക, ഇങ്ങനത്തെ ഇതിലൊക്കെ പിടിച്ച് വലിഞ്ഞ് കയറാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അവരുടെ പേടിയും ഒക്കെ മാറാൻ വേണ്ടിയിട്ട്, അവർക്കൊരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇതൊക്കെ നല്ലതല്ലേ. അങ്ങനെ ആൽമരത്തേലും അത്തിമരത്തേലൊക്കെ വലിഞ്ഞു കയറിയതിന് ശേഷം ഞങ്ങൾ അടുത്ത സൈഡിലേക്ക് പോവുകയാണ്. ആ പോണ വഴിക്കാണ് ഇവിടെ ഒരു അശോകച്ചെത്തി കണ്ടത്. ഇത്രയും വലിയൊരു അശോകച്ചെത്തി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ടൊരു അശോകച്ചെത്തി, അത് ഇതിൻ്റെ 4-1 പോലും ഇല്ല കേട്ടോ. ഇതൊരു വലിയ മരമായിരുന്നു. എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾ പഴക്കമുള്ളതായിരിക്കാം. വെട്ടിയൊന്നും നിർത്താതെ അങ്ങനെ നിർത്തിയിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് നിറയെ പൂവുണ്ടെങ്കിൽ എന്ത് ഭംഗിയായിരിക്കും കാണാനല്ലേ. ഒരു കടയുണ്ട് അവിടെ. അത്യാവശ്യം ചായയോ കാപ്പിയോ സ്നാക്സോ മോരും വെള്ളമോ അങ്ങനെ എന്ത് വേണേലും കിട്ടും അവിടെ. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി ഒന്ന് അത്യാവശ്യം ആർക്കൊക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ വെച്ച് അതൊക്കെ കഴിച്ച് കുടിച്ച് ഒന്ന് വിശ്രമിച്ചു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ പാർക്കിൻ്റെ അടുത്ത സൈഡിലേക്ക് പോവുകയാണേ. അവിടെ കുട്ടികളൊക്കെ ഒരുപാട് കളിച്ചു കേട്ടോ. ആവശ്യത്തിന് സമയമെടുത്ത് എല്ലാവരും നല്ല പോലെ കളിച്ച് എൻജോയ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്.
അങ്ങനെ പാർക്കിലെ കളിയും എൻജോയ്മെൻറ്റും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ദാണ്ട് പിന്നെയും ഞങ്ങൾ ബ്രിഡ്ജിൽ കയറിയിരിക്കുകയാണ്. ഈ സൈഡിൽ നിന്ന് അങ്ങ് പോകുമ്പോഴുണ്ടല്ലോ, ബ്രിഡ്ജിൻ്റെ 2 സൈഡിലേക്ക് നോക്കുമ്പോൾ ശരിക്ക് കാണാം ഈ 2 സൈഡിലും കെട്ട്, ആ കെട്ടിക്കൂടെ വെള്ളം ഒഴുകി വരുന്നതിൻ്റെ ആ ഒരു ഭംഗിയുണ്ടല്ലോ, നല്ല രസമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ പാർക്കിൽ കയറിയപ്പം പാർക്കിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, വ്യൂ പോയിൻ്റ് മാതിരി ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി മേലെ ചെന്നിട്ട് നമുക്ക് ഈ പുഴയുടെയും ബ്രിഡ്ജിൻ്റെയും ഒക്കെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെയൊന്നും കയറാൻ പോയില്ല കേട്ടോ. ഈ പിള്ളേരൊക്കെ പാർക്കിൽ കിടന്ന് ഭയങ്കര കളിയായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പിള്ളേരെയൊക്കെ നോക്കി ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടുത്തെ എൻജോയ്മെൻ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ആതിരപ്പള്ളി സൈഡിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഇവിടെയൊന്ന് നിർബന്ധമായിട്ടും പോകണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. നല്ല രസമല്ലേ കാണാനും അടിച്ചു പൊളിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ, എന്ത് ഭംഗിയാണ്. അപ്പോൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ടിട്ട് ഞങ്ങൾ അന്ന് തന്നെ അവിടുത്തെ ആ സ്ഥലങ്ങളെല്ലാം കണ്ട് തീർത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും 3 സ്ഥലങ്ങളിലാണ് ഞങ്ങൾ പോയത്. വാഴച്ചാൽ, ചാർപ്പ ബ്രിഡ്ജ്, പിന്നെ ഇതാണ്ട് ഈ തുമ്പൂർ മൊഴി ബ്രിഡ്ജ് ആൻഡ് പാർക്ക്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ആതിരപ്പള്ളി സൈഡിലേക്ക് വരുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. എന്തായാലും ഇത്രയൊക്കെ വന്ന് സ്റ്റേ ചെയ്ത് ഇതൊക്കെ കണ്ട് അടിച്ച് പൊളിച്ച് പോകത്തില്ലേ. അപ്പം ഞങ്ങൾ അന്ന് തന്നെ റിസോർട്ടിൽ നിന്ന് തിരിച്ചു പോയില്ല, പിറ്റേ ദിവസമാണ് പോയത്. അപ്പോൾ പിറ്റേ ദിവസം ആ പോണ വഴിക്കത്തെ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ.